അങ്ങനെ കുമ്മനത്തെയും സുരേന്ദ്രനെയും മാധ്യമങ്ങൾ തോൽപ്പിച്ചു. വോട്ടെടുപ്പിൻ്റെ തലേന്ന് വരെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു കുമ്മനം രാജശേഖരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ കട്ടയ്ക്കുള്ള ത്രികോണ മത്സരമെന്നും അതിശക്തമായ മത്സരമെന്നുമൊക്കെ പറഞ്ഞു തുടങ്ങിയ മാധ്യമ കഥകൾ ഞൊടിയിടയിൽ വളർന്ന് കുമ്മനം രാജശേഖരൻ്റെ മുന്നേറ്റ കഥകളായി മാറി. പത്തനംതിട്ടയിലെ കെ സുരേന്ദ്രന് ലഭിക്കുന്ന അയ്യപ്പ പരിവേഷത്തോടെയുള്ള സ്വീകരണങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കത്തി. സുരേന്ദ്രനും കുമ്മനവും ജൈത്രയാത്ര തുടർന്നു. ആരതി ഒഴിഞ്ഞും പുഷ്പങ്ങളെറിഞ്ഞും വരവേൽക്കുന്ന അമ്മമാരുടെ നീണ്ട നിര മാധ്യമങ്ങളുടെ ചാനലുകളുടെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ കസറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കുമ്മനത്തിൻ്റെയും സുരേന്ദ്രൻ്റെയും ഈ ജൈത്രയാത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണോ അവർക്ക് വിനയായതെന്നാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾ കഥ മാറ്റി. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും BJP ജയിക്കാൻ സാധ്യതയില്ല എന്നാണിപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും BJP വിജയിക്കില്ല എന്ന് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു. ഇതിലെ യുക്തി എന്ത്? കണക്കുകൾ എങ്ങനെ? വിലയിരുത്തലുകളുടെ മാനദണ്ഡം എന്ത്? ഇഴകീറി നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. പത്രക്കാരുടെ ഭാഷയിൽ തിരുവനന്തപുരത്ത് കുമ്മനത്തിന് അനുകൂലമായ അതിശക്തമായ ഒരു ഹൈന്ദവ മുന്നേറ്റമായിരുന്നു ഉണ്ടായത്. ഈ മുന്നേറ്റത്തെ വർഗീയവൽക്കരിക്കാനും BJPയുടെ കാവ്യവൽക്കരണത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയും പ്രചരണങ്ങൾ ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നു കുമ്മനത്തിനെതിരെ, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ സുരേന്ദ്രനെതിരെ. മതന്യൂനപക്ഷങ്ങളുടെ ഈ ഏകീകരണമാണ് കുമ്മനത്തിനും സുരേന്ദ്രനും വിനയാകുന്നത് എന്ന് തന്നെയാണ് മിക്ക വിലയിരുത്തലുകളിലും പറഞ്ഞു കേൾക്കുന്നത്. ഇതിലെ വസ്തുതകൾ എത്രമാത്രമുണ്ടെന്നറിയാൻ നമ്മൾ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. ക്ഷമയോടെ അതുവരെ കാത്തിരിക്കാം. പക്ഷെ അതിനിപ്പുറം വളർത്തിയ മാധ്യമങ്ങൾ തന്നെ ഈ BJP മുന്നേറ്റങ്ങളെ തല്ലിക്കെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 20-ൽ 20 UDF നേടുമെന്ന കണക്കുകൾ നിരത്തി, അച്ചുകൾ നിരത്തി മാധ്യമങ്ങൾ മത്സരിക്കുന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും BJP പിന്നാക്കം പോയെങ്കിൽ അതിന് വ്യക്തമായ കാരണം വോട്ട് മറിക്കൽ തന്നെയാവും. തിരുവനന്തപുരത്തെ LDF വോട്ടുകൾ കൂട്ടമായി തരൂരിൻ്റെ പെട്ടിയിൽ വീണു എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, കുമ്മനം ജയിക്കരുത് എന്ന് വാശിയുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാർ തരൂരിന് അനുഭാവമായ ഒരു നിലപാട് ഇക്കുറി എടുത്തു എന്ന് തന്നെയാണ് പരസ്യമായ രഹസ്യം. തെരഞ്ഞെടുപ്പിൽ ഏറെ പിന്നോക്കം പോയ ദിവാകരനെ എങ്ങനെയെങ്കിലും 2ാം സ്ഥാനത്തെത്തിക്കുവാനും തരൂരിന് ജയിക്കുവാൻ ആവശ്യമായ വോട്ടുകൾ നൽകാനുമായിരുന്നു ഇടതുപക്ഷം ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതെത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. എങ്കിലും കുമ്മനത്തിനെതിരായ നീക്കം അതിശക്തമായി ചെറുക്കാൻ ഇടതുപക്ഷം കണ്ടെത്തിയ മാർഗം തരൂരിനെ ജയിപ്പിക്കുക തന്നെയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഏറെ ഭരണവിരുദ്ധതയുണ്ടായിരുന്ന വികസന കാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയുമില്ലാതിരുന്ന ആൻ്റണിക്കും ഒടുവിൽ അനുകൂലമായ ഒരു തരംഗമുണ്ടായത് ഇത്തരം ചില വോട്ടുമറിക്കലുകളിൽ തന്നെയാണ് എന്നാണിപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലും പറയുന്നത്. BJP പ്രവർത്തകരും നേതാക്കളും ഏറെ ആശയോടെ കാത്തിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടുകളാണ് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും. BJP വിരുദ്ധതയിൽ അവ അട്ടിമറിക്കപ്പെടുമോ എന്നാണ് ഇപ്പോൾ ആകെയുള്ള സന്ദേഹം. വളർത്തിയ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ വ്യക്തമായ മുൻതൂക്കം സൂക്ഷിക്കുവാൻ കുമ്മനത്തിനും സുരേന്ദ്രനും കഴിഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. ഇത് അടിവരയിടുന്നതാണ് സംസ്ഥാന പോലീസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട്. പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം BJPക്ക് 2 സീറ്റുകൾ ഇക്കുറി ലഭിക്കും. അവ തിരുവനന്തപുരവും പത്തനംതിട്ടയുമായിരിക്കുമെന്നായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു BJPക്ക് ഇക്കുറി സീറ്റുകൾ ഉണ്ടാവില്ല എന്ന്. എന്നാൽ BJP അണികൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നു 2 സീറ്റ് നേടുക തന്നെ ചെയ്യുമെന്ന്. എന്തായാലും വോട്ടെടുപ്പ് ദിവസം വരെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.